SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വീട്ടിലുണ്ട്. അകത്ത് ഇൻക്വസ്റ്റ് നടപടികളടക്കം ആരംഭിക്കുന്ന ജോലികളാണ് നടക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം ഇവിടെ എത്തും. ആദ്യം പ്രധാനമായും ഈ കൊലപാതകം നടന്നപ്പോൾ തന്നെ പോലീസ് ഇത് സീസ് ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തകരടക്കം ആരെയും അകത്തേക്ക് കയറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ഈ ഘട്ടത്തിൽ തന്നെ ശേഖരിക്കുക എന്നുള്ളത്. വലിയൊരു വീടാണ്, പ്രധാന റോഡിന്റെ വശത്ത് തന്നെയാണ്. വലിയ ഒരു 15,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വലിയ വീടാണ്. തൊഴിലാളികളൊക്കെ എത്തുന്ന സ്ഥലമാണ്. വീട്ടുജോലിക്കാരടക്കമുള്ള നിരന്തരം വീട്ടുജോലിക്കാരൊക്കെ വരുന്ന ഇടമാണ്. അതുകൊണ്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ വീടിന്റെ വാതിക്കലും മറ്റും നിൽക്കുന്നു. രഘുനാരായണനാണ് വിവരങ്ങൾ നൽകുന്നത്. പോലീസിന്റെ അന്വേഷണ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. രഘു, കേൾക്കാം, പറയൂ. ഈ മൃതദേഹമൊക്കെ കണ്ട് ഇറങ്ങി വന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒറ്റ നോട്ടം മാത്രമേ നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവസ്ഥ മാത്രമാണ്. കാരണം അത്ര കണക്ഷൻ ബ്രേക്ക് ആവുന്നുണ്ട്. രഘു സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകം, മൃതദേഹങ്ങൾ മുഖം വികൃതമാക്കുന്നു. അപ്പോൾ അത്രത്തോളം പക സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേർ അവിടെ വന്നു പോവുകയൊക്കെ ഇരുന്നിരിക്കാം. കാരണം ഈ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം അപ്പോൾ അവരിൽ നിന്നുള്ള ഫിംഗർ പ്രിന്റ് അവരുടെയൊക്കെ തന്നെ അവിടെ എവിടെയും പതിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ കൃത്യമായ ഫിംഗർ പ്രിന്റ് ശേഖരിച്ച ശേഷം ശാസ്ത്രീയമായിട്ടുള്ള മറ്റ് സ്ഥലത്തെ ആ ക്രൈം സീനിലെ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചതിന് ശേഷം മൃതദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് പോകാനായിരിക്കും എന്തായാലും പോലീസിന്റെ നീക്കം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ കസ്റ്റഡിയിൽ ഒരാൾ ഉണ്ട്. അതൊരു ആസാം സ്വദേശിയാണ്. അസാം സ്വദേശിയെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ സംശയം ബലപ്പെടുന്നത് എന്നാണ് SP ഷാഹുൽ ഹമീദ് നമ്മോട് പറഞ്ഞത്. SP ഷാഹുൽ ഹമീദ് തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തെളിവ് ശേഖരണത്തിനടക്കം SP എന്ന നിലയിൽ നേതൃത്വം നൽകുന്നത്. രഘുനാഥ്, കേൾക്കാമെങ്കിൽ അവിടെയുള്ള കാഴ്ചകൾ, ഇനിയുള്ള നടപടികൾ, ഫോറൻസിക് പരിശോധനകൾ ഉൾപ്പെടെ. ഷിനോജ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ രഘു തുടർന്നോളൂ. രഘുവുമായുള്ള സാങ്കേതിക തടസ്സം തുടരുന്നു. ഇപ്പോൾ ഷിനോജ് ചേരുന്നുണ്ട്. ഒപ്പം ഷിനോജ, നായ കൂട്ടിൽ മയങ്ങിക്കിടക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഒരു പട്ടിയുള്ള വീട് കൂടിയാണ്. അപ്പോൾ നായയെ മയക്കി കടത്തിയിട്ടുള്ള ഒരു കൊലപാതകം എന്ന് നമുക്ക് സ്ഥിരീകരിക്കാറായിട്ടുണ്ടോ? അതൊന്ന് നേരത്തെ ഷിനോജ് ചൂണ്ടിക്കാണിച്ചിരുന്നു. വലിയ ഗേറ്റാണ്, 2 ആൾ പൊക്കമുള്ള ഗേറ്റിലെ ഒരു വശത്ത് മാത്രം ഗേറ്റിന്റെ നീളക്കുറവുണ്ട്. ആ ഉയരക്കുറവുള്ള ഭാഗത്തൂടെയാകാം ഒരു പക്ഷേ കടന്നത്. ഇങ്ങനെയുള്ള നിഗമനങ്ങൾ നിരവധിയാണ് ഇതിന് മുമ്പിൽ വരുന്നത്. ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ എത്ര അക്രമികൾ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അക്രമി കടന്നു വന്നത് എന്ന് കണ്ടെത്താൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പോലീസിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ? മാർഷല, ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പുതിയ ഒരു വിവരം, നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പുതിയ വിവരം എന്ന് പറയുന്നത് ഇന്നലെ പുലർച്ചെ 1 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ കൊലപാതകം നടന്നത് എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കാരണം ഇന്നലെ 1 മണിക്ക് ശേഷം, അതായത് ഇത്തരത്തിൽ 1 മണിക്ക് ആ സമയത്ത് ഇവിടെ വെച്ച് ചില ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആ കേട്ടത് ഈ സമീപത്തെ വീട്ടിലെ ആൾക്കാർ തന്നെയാണ് കേട്ടത്. പക്ഷേ അവർ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ അവർ ഇപ്പോഴും ഒരുക്കമല്ല. പോലീസ് അവരിൽ നിന്ന് മൊഴിയൊക്കെ ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ 1 മണിക്ക് ശേഷം അത്തരത്തിൽ ചില ശബ്ദങ്ങൾ ഈ വീട്ടിൽ നിന്ന് കേട്ടതായി ഈ അടുത്തുള്ള വീട്ടിലെ ആളുകളൊക്കെ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീടുമായി ബന്ധപ്പെട്ട് വീടിന് കൃത്യമായി അറിയാൻ കഴിയുന്ന, പ്രത്യേകിച്ച് വലിയൊരു വീടാണ്, അത്തരത്തിലൊരു വീടിനുമായി ബന്ധപ്പെട്ട് കൃത്യമായി അറിയാൻ കഴിയുന്നത് എവിടെയാണ് CCTV ഉള്ളത്, CCTVയുടെ ഹാർഡ് ഡിസ്ക് എവിടെയാണ്, അത്തരത്തിൽ ഈ വീടിനുമായി ബന്ധപ്പെട്ട കൃത്യമായി അറിയാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് സ്ഥിരീകരിച്ചതാണ്. എന്തായാലും അങ്ങനെ വരുമ്പോൾ ഈ ഇവിടെ മുൻപ് ജോലി ചെയ്തിരുന്ന അസം സ്വദേശിയായിട്ടുള്ള അമിത് എന്ന് പറയുന്ന ആളിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം എത്തിയിരിക്കുന്നത്. അമിത് ഇതിനോടകം തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. നേരത്തെ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട്, ഈ വിജയകുമാറിന്റെ മൊബൈൽ മോഷണവുമായി ബന്ധപ്പെട്ട് അമിത്തിനെ നേരത്തെ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 10 മാസം മുൻപാണ് അത്തരത്തിൽ സംഭവം നടക്കുന്നത്. ആ മോഷണ കേസിൽ ഇടയ്ക്ക് അദ്ദേഹം പുറത്തിറങ്ങി റിമാൻഡിലിറങ്ങി. ഏകദേശം ഒരു 3-4 ദിവസം മുൻപ് അദ്ദേഹം ഈ അമിത് വീണ്ടും ഈ വീട്ടിലെത്തി ബഹളമുണ്ടാക്കി, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, വീണ്ടും ഇവർ പരാതി നൽകുകയും തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ ഈ അമിത്തിനെ വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികാരമാണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു സംശയമാണ് നിലവിൽ പോലീസിനുള്ളത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന ഒരു വൈഡ് ഫ്രെയിം
ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലീസുകാരൊക്കെ തന്നെ നിൽക്കുന്ന അവിടെ കുറച്ച് വഴി പോലെ ചെറിയൊരു വഴിയുണ്ട്. ഒരുപക്ഷെ ഈ നമ്മൾ നേരത്തെ കണ്ട, അതായത് ആ ഗേറ്റ് ഉയരക്കുറവുള്ള, മതിലിന്റെ ഉയരക്കുറവുള്ള ഭാഗത്ത് നിന്ന് ഈ കൊലയാളി അവിടെ നിന്ന് ചാടി ആ ഭാഗം വഴി, ആ വഴി നടന്ന് ഈ റോഡിന്റെ വീടിന്റെ ഡോറിന്റെ മുൻപിലേക്ക് എത്തിയതാക്കാമെന്നൊരു നിഗമനമാണ് പോലീസിനുള്ളത്. അതായത് ഉയരക്കുറവുള്ള ഈ മതിലിന്റെ അതുവഴി ചാടി ഈ പോലീസുകാർ നിലവിൽ ഇപ്പോൾ നിൽക്കുന്ന ആ ഭാഗത്ത് വഴി നടന്ന് ഈ ഡോറിന്റെ മുന്നിലേക്ക് എത്തി എന്നൊരു നിഗമനമാണ് പോലീസുള്ളത്. തുടർന്ന് അതിനുശേഷം ഒരുപക്ഷെ ഇയാൾ ഈ ഓണറെ ഒരുപക്ഷെ ഈ കോളിംഗ് ബെല്ലടിച്ച് വിളിച്ചിട്ടുണ്ടാകും. എന്തോ ശബ്ദം കേട്ട് ഈ ഓണർ പുറത്തേക്ക് ഇറങ്ങുന്നു. തുടർന്ന് അതാണ് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മൽപ്പിടുത്തം നടന്നതായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംശയമൊന്നും തന്നെ പോലീസിന് ഇല്ല എന്ന് പറയുന്നത്. കാരണം വാതിൽ ചവിട്ടി പൊളിച്ചിട്ടില്ല, അവിടെ ഈ വാതിൽ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു മൽപ്പിടുത്തം ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ വളരെ എന്തെങ്കിലും ശബ്ദം കേട്ട് ഈ വിജയകുമാർ പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ വെച്ച് തന്നെ വിജയകുമാറിനെ കൊലപ്പെടുത്തുന്നു. തുടർന്ന് അകത്തേക്ക് കയറി ഈ കിടപ്പുമുറിയിൽ കിടക്കുകയായിരുന്ന മീരയെ കൊലപ്പെടുത്തും. അത്തരത്തിൽ 2 കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം കോടാലി ഉൾപ്പെടെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കോടാലി തന്നെ അവിടെ ഉപേക്ഷിച്ച ശേഷം ഈ കൊലപാതകി ഇവിടെ നിന്ന് മടങ്ങുന്നു. അതാണ് പോലീസിന്റെ നിലവിലെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഒരു കൃത്യമായിട്ടുള്ള ചിത്രം, പോലീസിന് മുൻപിലുള്ള ഒരു പ്രാഥമിക ഘട്ടത്തിലെ ചിത്രം എന്ന് പറയുന്നത് അതാണ്. എന്തായാലും ഇതിൽ കൂടുതലൊരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ SP അതുമായി ബന്ധപ്പെട്ട DYSP ഉൾപ്പെടെയുള്ള അവരുടെ ഒരു പ്രതികരണം കൂടി വരേണ്ടതാണ്. അല്പസമയത്തിനും തന്നെ SP പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൃത്യമായ രീതിയിലുള്ള SP അതുപോലെ DYSP 3 CAമാർ അതായത് ഷിനോജ് ഇപ്പോൾ എത്തുന്നത് പോലീസ് ഈ കസ്റ്റഡിയിലുള്ള ആളിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. തീർച്ചയായും പോലീസ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ കൂടി നമുക്ക് അവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നമുക്ക് ഒരു ഏകദേശം ക്രോഡീകരിക്കുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അസം സ്വദേശിയായിട്ടുള്ള അമിത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിലുള്ളത് എന്നൊരു സൂചനയാണ് പോലീസ് ഉള്ളത്. അതേ സമയത്ത് തന്നെ നമ്മൾ വിട്ടുപോകേണ്ട മറന്നുപോകാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ മകന്റെ മരണമാണ്. മകന്റെ മരണം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ടോ എന്ന കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് SP അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനോടകം തന്നെ ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്ന് ഉൾപ്പെടെ തേടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികാരം അവിടെ ഉണ്ടായിരുന്നു, CBI അന്വേഷണത്തെ ആരെങ്കിലും എതിർത്തിരുന്നു, അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ ഒരു പ്രാഥമികമായ വിവരം അനുസരിച്ച് ഈ പ്രധാനപ്പെട്ട ഒരു പോലീസിന് മുൻപിലുള്ള വിവരം എന്ന് പറയുന്നത് ഈ അമിത് തന്നെയാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്നൊരു നിഗമനം പോലീസിന്റെ ഭാഗത്തുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. എന്തായാലും നിലവിൽ അവർ പങ്കുവയ്ക്കുന്ന ഒരു കുറച്ച് വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനം, ഒരു അനുമാനം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള അനുമാനങ്ങളാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് പോകേണ്ടത് ശാസ്ത്രീയമായ തെളിവുകളൊക്കെ തന്നെ ലഭിക്കണം. പ്രത്യേകിച്ച് ഈ കോടാലിയിൽ നിന്നൊരു വിരൽ അടയാളം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പട്ടിയെ മയക്കിക്കിടത്തിയത് ആര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. CCTVയുടെ ഹാർഡ് ഡിസ്ക് എവിടെ പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തത വരണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രീയമായ നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയുള്ളൂ. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ SP പുറത്തേക്ക് ഇറങ്ങും. തീർച്ചയായിട്ടും ഷിനോജ, നമുക്ക് ആ ക്രൈം സ്പോട്ടിൽ നിന്ന് കൂടുതൽ നിർണായകമായ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. കൂടുതൽ, അതായത് ഈ ഒരു സമയം, അതായത് ക്രൈം സീനിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ കൊലപാതകയിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുക. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഷിനോജ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇവിടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധ്യതകളും തേടണം.